രാഹുലിന് നീതി തേടി നാട്ടുകാർ സതീശനെ വഴിയിൽ തടയും. പ്രിയമുള്ളവരെ, ഇന്ന് രാഹുലിന് നീതി തേടി നമ്മൾ ആരംഭിച്ച ആ മിഷൻ 250യുടെ 138ാം ദിനം. യാതൊരു കാരണവശാലും രാഹുലിനെ തിരികെ എടുക്കത്തില്ല എന്ന വാശിയിൽ തന്നെയാണ് വി.ഡി. സതീശനും സംഘവും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോഴും രാഹുൽ അവസാന നിമിഷമെങ്കിലും ഇവന്മാരുടെ മനസ്സുമാറും എന്ന പ്രതീക്ഷയിലിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഈ സത്യം മനസ്സിലാക്കി അവർ രാഹുലിനോട് ആവശ്യപ്പെടുകയാണ്, ഒന്നെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ ഒരു ഉപഘടകമുണ്ടാക്കി നിങ്ങൾ മത്സരരംഗത്ത് വരിക. പാലക്കാട്ടും ഒരേ സമയം തന്നെ പറവൂരിലും മത്സരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ഞങ്ങൾക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കേട്ടാലും. ഞാൻ തൃശ്ശൂര് നിന്ന് വിളിക്കണ, എൻ്റെ പേര് ശാന്തമ്മ. നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിനെ കുറിച്ച് സംസാരിക്കാനായിരുന്നു ഞാൻ വിളിച്ചത്. 79 വയസ്സുള്ള ഒരു അമ്മയാണ് ഞാൻ. ഈ കൊച്ചിന് വേണ്ടി ദിവസവും പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് കഴിച്ചിട്ട് അവനൊരു സ്ഥാനാർത്ഥിത്വം കൊടുക്കണില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് സാറേ. അവനെ തീർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി പദ്ധതി തയ്യാറാക്കിയ ഈ സാത്താന്മാരുടെ കുറെ പടുകളവന്മാരുണ്ടല്ലോ നമ്മുടെ പാർട്ടിയില്. അതിൽ വി.ഡി. സതീശൻ എന്ന് പറയുന്ന മടിയിൽ വെച്ച് താലോലിച്ച പെണ്ണിനെ കൊണ്ടാണല്ലോ ഇത്രയും വലിയ ഈ കഷ്ടത അവന് വരുത്തിയത്. അപ്പൊ അതിൽ നിന്ന് അവനൊരു മോചനം ഉണ്ടാവില്ല. അവന്റെ ഭാവി തന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോ ഒത്തിരി സങ്കടമുണ്ട് സാറേ. നിങ്ങൾ അവന്റെ ഭാവിയോടെ നശിച്ചേ. അവൻ ഇപ്പോഴും MLA യാ. അടുത്ത തവണയും അവൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. അവന്റെ ഭാവി ഒന്ന് യുവമാരെന്ന് വിചാരിച്ചാൽ, ഈ തേൻകണി കേക്കച്ചനൊന്നും വിചാരിച്ചാൽ അവന്റെ ഭാവി നശിക്കൂല. വി.ഡി. സതീശനെ, നമ്മുടെ ഉണ്ണിത്താന്, മുരളീധരനെ, രമേശ് ചെന്നിത്തലേനെയൊക്കെ പാർട്ടിയിൽ നിന്ന് കെട്ടുകെട്ടിച്ചു വിടേണ്ട സമയം പണ്ടേ കഴിഞ്ഞു സാറേ. ഇവനൊക്കെ വിചാരിച്ചാൽ ഒരു കാര്യവും നടക്കൂല. കാര്യങ്ങൾ നടക്കണ പിള്ളേരെയൊക്കെ ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞ് ഇവന്മാര് ഈ പാർട്ടി വളർത്തുമല്ലോ, പാർട്ടി നശിപ്പിക്കുകയാണല്ലോ. പാർട്ടിയെ നശിപ്പിക്കുകയാണല്ലോ ഇവന്മാര് ചെയ്യുന്നത്. ഇനി ഇപ്പൊ ഒരു എലക്ഷൻ നടക്കുമ്പോൾ കയറി വരാൻ പറ്റിയില്ല എങ്കിൽ ഇനി ഒരു കാലത്തും, ഈ അടുത്ത കാലത്തെങ്ങും കോൺഗ്രസിന് ഒരു തിരിച്ചുവരവും ഉണ്ടാവില്ല. അപ്പൊ കോൺഗ്രസ്സുകാർ തന്നെ ഇവരെ വെറുത്തു പോകുന്ന ഒരു അവസ്ഥയല്ലേ ഇപ്പോൾ ഉള്ളത്? അതെ, ഞാനും ഒരു മൂത്ത കോൺഗ്രസ്സുകാരിയാ. പക്ഷെ എനിക്കും ഈ പാർട്ടിയോട് അവജ്ഞയായി. അത് ഈ കൊച്ചിനെ നമുക്ക് എന്നെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയില്ല. എൻ്റെ കൊച്ചിനെ പോലെ തന്നെ ഞാൻ അവനെ കണ്ട് അവന് വേണ്ടി പ്രാർത്ഥിച്ച് വഴിപാടുകളും ഒക്കെ നേർന്ന് ഇങ്ങനെ കഴിച്ചിട്ടും അവനൊരു സ്ഥാനാർത്ഥിത്വം കിട്ടൂല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്കൊരു വിഷമം. ഇതിനിപ്പോൾ എന്നെ ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. നിങ്ങൾ ഇത്രയൊക്കെ അവന് വേണ്ടിയിട്ട് പ്രസംഗിച്ചിട്ടും പറഞ്ഞിട്ടും ആരും അത് ചെവിക്കൊള്ളുന്നില്ലല്ലോ. ആര് ചെവിക്കൊള്ളും? ഇവനെ തീർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ പണികളെല്ലാം ചെയ്തവന്മാർ അവസാന നിമിഷം വരെ, തെരഞ്ഞെടുപ്പിന്റെ അന്ന് വരെ ഇവനെ ഓരോരോ കാരണം പറഞ്ഞ് ഇല്ലാതാക്കാൻ ഇവരെ ശ്രമിച്ചുകൊണ്ടിരിക്കും. പാർട്ടിയിൽ ഒരുത്തം പോലും അവനെ പിന്താങ്ങാനുണ്ടായില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അതിലൊക്കെ എത്രയോ ഭേദം നമ്മുടെ പിണറായി അവന് എന്തൊക്കെ ചെയ്തു വന്നാലും അവർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കുമല്ലേ. സപ്പോർട്ട് കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞേ. എന്നാലും അവന്റെ വീട്ടില്, അതായത് ഈ വി.ഡി. സതീശന്റെ ഒരു മോനാണ് ഇതിങ്ങനെ ചെയ്തെങ്കിൽ അവനെ വലിച്ചു കീറി ഇങ്ങനെ ജനമധ്യത്തിലേക്ക് ഇട്ട് കൊടുക്കുവോ? നിങ്ങൾ എന്നാ വെച്ച ചെയ്തോ? അവനെ വലിച്ചു കീറിക്കോ? അവനെ ഇല്ലാതെയാക്കിക്കോ, നശിപ്പിച്ചോ എന്ന് പറയുവോ? ഇല്ല. അപ്പൊ ഇവൻ പാർട്ടിയുടെ നേതാവാന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. പാർട്ടിയുടെ നേതാക്കന്മാരെ അവരുടെ അണികളെ സംരക്ഷിക്കാനാണ് ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുന്നത്. അണികൾക്ക് അതുകൊണ്ട് ഒരു സംരക്ഷണം ഇല്ലെങ്കിൽ പിന്നെ ഈ പാർട്ടിയിൽ നിന്നിട്ട് തന്നെ കാര്യം. ഈ സതീശൻ ഇപ്പൊ നടത്തുന്ന ഈ തേൻകണി യാത്ര കൊണ്ട് ഈ പാർട്ടിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും നമ്മൾ കരുതുന്നുണ്ടോ? ഇല്ല, ഒരു ഗുണം ഉണ്ടാവൂല. അവൻ ഒരു ഗുണം ഉണ്ടാവുകയും ചെയ്യരുത്. ഞാൻ അവനെ അറിഞ്ഞു പിരാകുക. ഇവന്റെ ഈ സതീശന്റെ മുഖം കാണുമ്പം കോൺഗ്രസിനോട് താല്പര്യം ജനങ്ങൾക്ക് കൂടുവോ അതോ വെറുപ്പ് കൂടുവോ? വെറുപ്പ് കൂടും. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പെണ്ണുമ്പിള്ള എന്തോ കൊണ്ടുവന്ന് അവന്റെ കൈ കൊടുത്തിട്ട് അത് വലിച്ചു കീറി കളഞ്ഞേച്ച് അവൻ മിണ്ടാതിരിക്കുമല്ലായിരുന്നോ? അപ്പൊ അവനൊരു നിവേദനം കിട്ടിയാൽ അവനത് ഉൾക്കൊള്ളൂല്ല എന്ന് അപ്പോഴേ കണ്ട ആൾക്കാർക്കൊക്കെ മനസ്സിലായി. അപ്പൊ അത് കാരണം എനിക്കിങ്ങനെ കണ്ടിട്ട് ഒത്തിരി വിഷമം തോന്നിയിട്ട് ഇപ്പൊ ഞാൻ വിളിച്ചത് അവസ്ഥ.
ഞാൻ സർവീസിൽ ഇരുന്ന് റിട്ടയർഡ് ആയ ആളാണ്. ബാബു, കൊല്ലം. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഈ വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയും മുരളിയെയും പരാജയപ്പെടുത്തണം. അതാണ് കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത്. അത് ഒരു കാരണം യവന്മാര് മൂന്നെണ്ണം കൂടെ കൂടിച്ചേർന്നാണ് ഈ മാങ്കൂട്ടത്തെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ അത് കൂടെ നിർത്തി അത് പരിഹരിക്കണ്ടായിരുന്നു. ഇടതുപക്ഷക്കാരങ്ങനല്ലല്ലോ ചെയ്യുന്നേ. യവന്മാരെന്ത് ഇത് കാണിക്കുന്നത്? കോൺഗ്രസ്സുകാര് ഈ ഇവിടെ ഭൂരിപക്ഷം മേടിക്കൊന്നും പറഞ്ഞ് നിൽക്കുകയാണോ? ഒരുപാട് ആൾക്കാര് ഇതിനകത്ത് മാറി നിൽപ്പുണ്ട്. ഈ സതീശന്റെ തേൻകണി യാത്ര കാണുമ്പോ എന്ത് തോന്നുന്നു? അതുകൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെങ്കിലും സീറ്റ് കൊടുത്തില്ലെങ്കിൽ അവിടെ സ്വതന്ത്രനായിട്ടെങ്കിലും ഉറച്ചു നിൽക്കാൻ പറ. ജയിക്കാൻ സാധ്യതയുണ്ട് അവിടെ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്നേ പറ്റൂ. യവന്മാരെ മൂന്നും തൂത്തുവാരി മാറണം. അതാണ് വേണ്ടത്. യവന്മാരെ തകർക്കണം. ഒരു കാരണവശാലും യവന്മാരെ മൂന്നിനെ പാർട്ടി വെച്ചേക്കരുത്. അതാണ് വേണ്ടത്. ഞങ്ങൾ അന്നേ തൊട്ടേ ഞങ്ങൾക്ക് എതിർപ്പായ യവന്മാരോട്. യവന്മാർ കൂടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ സ്വതന്ത്രനായിട്ട് നിന്ന് തീർച്ചയായിട്ടും ജയിക്കും. യാതൊരു മാറ്റവും ഇല്ല. അവിടെ ഇനി ഏത് രാഷ്ട്രീയക്കാർ വന്നാലും ശരി മാങ്കൂട്ടം അവിടെ ജയിച്ചിരിക്കും. അവിടെ നല്ല ശക്തമായ രീതിയിലാണ് പുള്ളിക്ക് ആളുള്ളത്. നമ്മൾ വിചാരിക്കുന്ന ആളുകളല്ല അവിടെ ഉള്ളത്. നമ്മളവിടെ അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ മുഖേന. അങ്ങനെ അവര് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് സ്വതന്ത്രമായിട്ടെങ്കിലും നിൽക്കാൻ പറയണം. എനിക്ക് ഇവരോട് മൂന്നിനോടുള്ള കലിപ്പ് ഞങ്ങൾക്ക് ആർക്കും തീർന്നിട്ടില്ല. ഇവരെ പരാജയപ്പെടുത്തണം. അതുകൂടെ കണക്കിലെടുക്കാൻ പറ. ഞാനൊരു പറവൂക്കാരനാണ്. പേര് പാറ്റിക് എന്നാണ്. എന്റെ ഫാമിലി ഒരു വലിയ ഫാമിലിയാണ്. ഒരുപാട് വോട്ടുള്ള ഫാമിലിയാണ്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പ്രാവശ്യം സീറ്റ് കൊടുക്കാതിരുന്നാൽ ഈ നമ്മുടെ കേക്കച്ചന് വലിയ നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങളുടെ ചാനലിൽ കൂടി പറയണം. ഇതെന്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 500 കോടിന്റെ പ്രശ്നമല്ല, അതിൽ കൂടുതൽ നഷ്ടപ്പെടും. മാത്രമല്ല ഈ പഞ്ചിത്തലവന്മാരെയൊക്കെ ഇതിനകത്ത് വിട്ടുവെച്ചുകൊണ്ട് ഒരു കാര്യവും ഇല്ല. ഈ കേക്കച്ചനോട് എങ്ങനെയുണ്ട് ജനങ്ങളുടെ പിന്തുണ? എങ്ങനെയുണ്ട് ജനങ്ങളുടെ പിന്തുണ? അതായത് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് 75 വയസ്സുണ്ട്. ഞാൻ ഇന്ന് വരെ കോൺഗ്രസിനെ വോട്ട് ചെയ്തേക്കണം. പക്ഷെ രാഹുലിന്റെ പ്രശ്നത്തിൽ ആ വോട്ട് തിരിച്ചു കുത്തേണ്ട ഗതികേട് വരച്ചത്. അത് BJP അവിടെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് പോകും, കോൺഗ്രസ് ജയിക്കില്ല. കേക്കച്ചന് അത് പ്രശ്നമല്ലല്ലോ. കേക്കച്ചന് പ്രശ്നം ആക്കി കൊടുക്കുമല്ലോ. ഈ വൈക്കളവന്മാരെ എക്കച്ചനും പുറത്തു കളയേണ്ട സമയം കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, ചാണ്ടി ഉമ്മൻ, അങ്ങനെയുള്ള ഒരുപാട് ചെറുപ്പക്കാരുള്ളപ്പോ ഈ 85 വയസ്സുള്ള കിളവൻ എന്തിനവിടെ നിർത്തിയേക്കണം? കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ പനനെ നിങ്ങൾ ഏൽപ്പിച്ചു വിടുകയല്ലേ നിങ്ങൾ പറവൂരുകാര്? അല്ല, ഞങ്ങൾ പറവൂരുകാരെങ്ങനെ ഏൽപ്പിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഈ പണ്ട് ബുദ്ധിമോശം കൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ ചെയ്യില്ലെന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഈ കോൺഗ്രസിൽ നിൽക്കുന്ന മുരളീധരൻ, പിന്നെ ഉണ്ണിത്താൻ, ഇവരൊക്കെ പെൻഡേഷനിൽ പെടാത്ത ആൾക്കാർ. നമ്മുടെ കോൺഗ്രസിന്റെ വലിയ ആള്, മറ്റേ ആള് കൊടുത്ത് ഇവിടെ ആലപ്പുഴയെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്തേക്കും വിട്ടേക്കണ കഥ വരെ എനിക്കറിയാവുന്ന ആളാണ് ഞാൻ. ഇതൊക്കെ സത്യസന്ധന്മാരായിട്ട് ഇതിനൊക്കെ ഇവന്റെ രാഹുലിന്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇവരൊന്ന് വിളിച്ച് ചോദിക്കാൻ, നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇവൻ കോൺഗ്രസ് ഇപ്പൊ ശശിനെ വിളിച്ചതിനകത്തോട്ട് കയറ്റാൻ പോയി. അവൻ പെണ്ണിനേസിൽ പ്രതിയാണ്. ആയിരുന്നവനെ വിളിച്ച അവന് കഴിയും. അതായത് കമ്മ്യൂണിസ്റ്റിന്റെ നിയമം പോലും ഇവർ പാലിക്കുന്നില്ല. ലണ്ടനിൽ നിന്ന് വിളിക്കുന്നതാണ്. ഞാൻ നമ്മുടെ നാട്ടിലെ ഞാൻ ട്രിവാൻഡ്രത്തുള്ളതാണ്. ഞങ്ങളിവിടെ ഒത്തിരി ആൾക്കാരിവിടെ നമ്മുടെ രാഷ്ട്രീയമായിട്ട് നിലവാരത്തിൽ ഞങ്ങൾ സംസാരിക്കാറൊക്കെ ഉണ്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഒത്തിരി നാളുകൊണ്ട് നമ്മൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. പാർട്ടി വളർത്തിയ ആൾക്കാരാണ് ഞങ്ങൾ. ആ തരത്തിൽ കൂടി പോകുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വ്യക്തികളോട് ചാനലിൽ കൂടി സംസാരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ നടന്ന് ഈ മുരളീധരൻ പ്രായം കഴിഞ്ഞ് കുഴിക്കകത്ത് ചെന്ന് ചേരേണ്ട സമയങ്ങളായി. ഇവർക്ക് മോഹങ്ങളെന്ന് വെച്ചാൽ ഇനി രാഹുലോ ഷാഫിയോ അവിടെ വളർന്നാൽ ഇവരുടെ അധികാര കസേരകൾ നഷ്ടപ്പെട്ടു പോകുന്നു. രണ്ടാമത്തെ കേസ് ഇവരിനി അടുത്ത ഒരു 5 വർഷം കൂടെ ഭരിക്കാമെന്ന് ഉദ്ദേശിച്ചുള്ള നിലവാരത്തിലായിരിക്കും. പക്ഷെ അത്
ഇത്തരത്തിലാണെങ്കിൽ എങ്ങനെ പോകുമെന്ന് എനിക്ക് എൻ്റെ വഴി 70%, ഒരു 50-60% ഞാൻ നോക്കുന്നുള്ളൂ. ബാക്കി അവരും സീറ്റുകൾ വിളിച്ച് ചിതറിപ്പോകും. പക്ഷെ അതിനേക്കാളും ഉപരിയായി നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ അമ്മമാരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇവരൊക്കെ ചെറ്റകളാണ്, ആദ്യമാര് ചെറ്റകളാണ്. ലോകം ഇന്ന് കേരളം ഒട്ടാകെ രാഹുൽ മാങ്കൂട്ടം ഇവരാണ് പാർട്ടിയുടെ ഉയർച്ചയ്ക്ക് അതിശക്തമായി ഉപയോഗിക്കപ്പെടുന്ന വ്യക്തികളാണ് ഈ രണ്ട് വ്യക്തികളും. ബാക്കിയുള്ളെല്ലാം ഇവരങ്ങനെ തന്നെയാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് മുരളിയും വി ഡി സതീശനും ചെന്നിത്തലയും ഈ മൂന്ന്, ഇതിൻ്റെ കൂടെ പിന്നിൽ നിന്ന് ആരൊക്കെ ചെന്നവന്മാരെല്ലാവരും ഇവരെ വളർച്ച ആഗ്രഹിക്കുന്നവരെല്ലാമാർ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവർ ഏത് മണ്ഡലത്തിൽ നിന്നാലും എങ്ങനെ ഏത് വിധത്തിൽ ഇവരെ മൂന്ന് വ്യക്തിയിലും പരാജയപ്പെടുത്തണം. പാലക്കാട് മുരളി ജയിക്കത്തില്ല, അത് ഉറപ്പാണ്. പിന്നെ വി ഡി സതീശൻ നിൽക്കുന്ന സ്ഥലത്ത് പരവൂർ, അതിന് പുള്ളി രാഹുലിനെ അവിടെ സ്വതന്ത്രമായിട്ട് അവിടെയും നിൽക്കാൻ പറയണം. എന്ന് 500 വോട്ട് കിട്ടുകയാണെങ്കിൽ 500 വോട്ട് ശരി, ഓക്കെ, അത് മതി. അവനെ പരാജയപ്പെട്ടത് LDF BJP വന്നാലും ഒരു പ്രശ്നമില്ല. ഇവനെയൊക്കെ നമ്മൾ പരാജയപ്പെടും. ഈ മൂന്ന് വ്യക്തികൾ എവിടെ ഇട്ടായാലും അവരത് പരാജയപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. ചെറുപ്പക്കാരനായിട്ട് ഭാവി നഷ്ടപ്പെട്ടു വരുത്. ഇവന്മാരൊക്കെ പറയും ഇവനെല്ലാവരും വേലിയേറി ചാടിയന്മാരൊക്കെ തന്നെ. എല്ലാവരും ആരും മോശക്കാരൊന്നുമല്ല. ലോകത്തിൽ പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു വ്യക്തി പോലും, ഒരു സ്ത്രീ ആരും പുരുഷനും പാപം ചെയ്യാത്ത ആരും ഇല്ലെന്ന്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ, ഞാൻ പാപം ചെയ്തില്ല എന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ പറയട്ടെ ഒരു ധൈര്യത്തോടെ. ഇപ്പം പറയുന്നത്, ഇപ്പം ഞാൻ ന്യൂസിട്ട് പറയുന്നത് രാഹുലിന് നേരത്തെ ഇതുപോലുള്ള ഒരുപാട് കേസിൽ കുറ്റക്കാരനാണ് അവനൊക്കെ. ഇവർ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ ആദ്യം അവനവൻ്റെ സ്വന്തം മനസ്സിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഞാൻ എൻ്റെ ഭാഗത്ത് കുറവുണ്ടോ, എൻ്റെ ഭാഗത്ത് ഇതുപോലുള്ള പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ ഒന്ന് അവൻ തിരിഞ്ഞു നോക്കും. ഒരു വിരൽ ഒരാളെ ചൂണ്ടി സംസാരിക്കുമ്പോൾ ഒരു വിരൽ മാത്രമേ അയാളുടെ നേരെ പോകുന്നുള്ളൂ. പക്ഷെ ബാക്കി ഈ 4 വിരലും ഈ സംസാരിക്കുന്ന വ്യക്തിയുടെ അടുത്താണ് മടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഒന്നാണോ ജയം, 4 വിരലാണ് പറയുന്ന അവൻ തന്നെയാണ്. അതിൻ്റെ കുറവുകളില്ലാത്ത ആരുമില്ല, തെറ്റ് ചെയ്യാത്ത ഒരു ലോകത്തിൽ ആരുമില്ല. എല്ലാവരും തെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ശരിയാകുന്നത്. അതുകൊണ്ട് ഇത് പറഞ്ഞൊക്കെ ചാനലിട്ട് ജനത്തെ ബോധിപ്പിച്ച് ഇവരെ പരാജയപ്പെടുത്തണം. അതല്ലെങ്കിൽ രാഹുൽ അവർ തിരിച്ചെടുക്കണം. തിരിച്ചവരെടുക്കാത്ത ഇവർക്ക് ലഭിക്കേണ്ട മന്ത്രിസ്ഥാനം എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു. അതവിടെ ഒരു വിജയമാണ്. കാര്യം രാഹുൽ എടുത്ത് ജയിച്ചു കഴിഞ്ഞാൽ രാഹുൽ മന്ത്രിസ്ഥാനം കൊടുക്കണം. അപ്പോൾ ഇവരുടെ മുമ്പിൽ അവർ കൊച്ചു പീറ പയ്യനല്ലേ എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷെ ഇന്ന് കേരളവും ലോകത്തും പലയിടത്തും രാഹുലിനെയും ഷാഫിനെ പോലെ കഴിവും നേതൃത്വവും ശക്തിയും മനോഹരമായി സംസാരിക്കാൻ കഴിവുള്ളവർ കോൺഗ്രസ് പാർട്ടിക്കകത്തില്ല. അത് 100-110% നമ്മൾ സമ്മതിക്കുന്നുള്ളൂ. ഓക്കെ, കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് ഏത് വിധത്തിൽ ഈ 3 പേരെയും പരാജയപ്പെടുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. സാർ, എൻ്റെ പേര് നിർമ്മല കൊല്ലം. രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു? ഇല്ലാത്ത കെട്ടുകഥകളും കള്ളക്കഥകളും കുറച്ച് സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടി ആ പാവത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നല്ലൊരു പ്രവർത്തകനായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ മാതിരി വലിച്ചു കയറുന്ന കോൺഗ്രസിനെ ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമില്ല, കേരളക്കരയ്ക്ക് ആവശ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം. അദ്ദേഹം എന്ത് തെറ്റ് ചെയ്ത് കോടതി പോലും അദ്ദേഹത്തെ വെറുതെ വിട്ട്. രാഹുൽ മാങ്കൂട്ടം ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല, കോൺഗ്രസ് വേണ്ട. രാഹുൽ മാങ്കൂട്ടം എന്ത് തെറ്റ് ചെയ്ത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. കുറച്ച് സ്ത്രീകളെ ഇവർ തന്നെ, ഈ കോൺഗ്രസ്സുകാർ തന്നെ ആട്ടിക്കൂട്ടി രാഹുലിനെതിരെ ഇത്രയും പീഡനങ്ങൾ പറയിപ്പിച്ച് ഇത്രയും നാശമാക്കി ഒരു സപ്പോർട്ടും ചെയ്യാതെ കുടിയിലേക്ക് ചാടി തെള്ളിയിട്ട് ചെയ്യാത്ത കുറ്റത്തിന് പീലാത്തോസിന്റെ കാലത്ത് കർത്താവിനെ കുറിച്ച് തർക്കപ്പെട്ടതുപോലെ പീലാത്തോസിന്റെ കാലത്ത് പീഡ സഹിച്ച കർത്താവിനെ പോലാണ് രാഹുലിന്റെ അവസ്ഥ. ഇങ്ങനെയുള്ള കോൺഗ്രസിനെ കേരളക്കരയ്ക്ക് ആവശ്യമില്ല. എൻ്റെ പേര് റിജോ സേവ്യർ. ഞാൻ വിളിക്കുന്നത് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം തിരുമാറാടി. സാറിൻ്റെ വീഡിയോ എല്ലാം ഞാൻ കാണാറുണ്ട്. ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയിലൊക്കെ യാചക നിരോധന ഏർപ്പെടുത്തി. അതായത് ഭക്ഷണവും അല്ലെ ബിസ്ക്കറ്റും വെള്ളവും കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ അപ്പോത്തൊലിയന്മാർക്ക് ഫണ്ട് കൊടുക്കുന്നതും നിരോധിക്കണം എന്നുള്ളൊരു രീതി വന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഇത് കൂടി പൊതിച്ചോറോ ബിസ്ക്കറ്റോ കൊടുത്താൽ പോരെ, വിശപ്പ് മാറിയാൽ പോരെ. അല്ലാണ്ട് അരഞ്ഞാണ ഊരിയിടാനും വള ഊരിയിടാനും 2000 അതിൽ മേളിലുള്ള ക്യാഷ് മതി. പിന്നെ അക്കൗണ്ടിലേക്ക് 50,000 വന്നു, 80,000 വന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ഇവൻ ചെയ്യേണ്ടത് അവിടെയുള്ള സാധുക്കൾക്ക് അത് വീതിച്ചു കൊടുക്കുമല്ലേ, അല്ലാതെ ഇവൻ ഇതും പൊതിഞ്ഞു പിടിച്ച് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോവാണ്.
ചെയ്യണ്ടേ? അതുകൊണ്ട് ആ യാചക നിരോധനം ഏർപ്പെടുത്തിയതുപോലെ ഇതിനും ഒരു നിരോധനം. ഞാൻ ഹൈദരാബാദിൽ നിന്ന് വിളിക്കുകയാണ്. എൻ്റെ പേര് വർഗീസ് എന്നാണ്. ഇപ്പോ കേരളത്തിൽ നടക്കുന്ന ഈ സ്ത്രീയുടെ വെച്ചുള്ള ഈ തമാശകള് പ്രബുദ്ധരായ മലയാളികൾ എവിടൊക്കെ ഉണ്ടോ അവരറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. ഈ പെണ്ണ് വെച്ചുള്ള കളി അവസാനിപ്പിക്കണം. വയോധികനായ കേരളത്തിലെ നല്ലൊരു മനുഷ്യനായ ഉമ്മൻചാണ്ടിയെ വെച്ച് ശരത എന്ന ഒരു സ്ത്രീയെ വെച്ച് കളിപ്പിച്ച് ആ പാപം മനുഷ്യനെ റേപ്പ് കേസിൽ പെടുത്തിയ ആ പാപം മനുഷ്യനെ തേജോവധം ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ചെറുപ്പക്കാരനായ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ പയ്യനെ അഹങ്കാരിയും നീചന്മാരും ദുഷ്ടന്മാരുമായ രാഷ്ട്രീയത്തിന്റെ ചാപിള്ളകളായി പ്രഖ്യാപിച്ച് നടക്കുന്ന VD സതീശനും രമേശ് ചെന്നിത്തലയും കരുണാകരന്റെ മകൻ മുരളിയും പിന്നെ ഒരു ഉണ്ണിത്താനും യുവന്മാരെ പ്രബുദ്ധരായ നല്ല മനുഷ്യരായ മലയാളികൾ, വിദ്യാസമ്പന്നരായ മലയാളികൾ യവന്മാർക്ക് വോട്ട് കൊടുക്കാൻ മനസ്സുണ്ടാകരുത്. കാരണം യവന്മാര് കോൺഗ്രസിന്റെ ചാപിള്ളകളാണ്. കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി യുവമാർ കച്ചുകെട്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. യുവമാർക്ക് കൈകൂപ്പി ഞാൻ എല്ലാ മലയാളികളോടും അഭ്യർത്ഥിക്കുന്നു, ഇവർക്ക് വോട്ട് ചെയ്യരുത്. യുവമാരെ ഇനി മന്ത്രി കസേരയിലോ MLA സ്ഥാനത്തോ ഉണ്ടാകാൻ പാടില്ല. ഈ പെണ്ണ് വെച്ചുള്ള യുവമാരുടെ കളി അവസാനിപ്പിക്കണം. യുവമാർ കാണിച്ച ഏറ്റവും വലിയ നികൃഷ്ടവും നീചവുമായ ഒരു ചെറുപ്പക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിനെ തേജോവധം ചെയ്യാൻ യുവമാർ കാണിച്ച ആവേശം എന്തിനു വേണ്ടി എന്ന് അറിയില്ല. പെൺപിള്ളാരെ വിലക്കെടുത്ത് അവർക്ക് പൈസ കൊടുത്ത് അവരെ കൊണ്ട് ബലാത്സംഗമെന്ന ഒരു പ്രീതി ഉണ്ടാക്കി ആ ചെറുപ്പക്കാരൻ പയ്യനെ തേജോവധം ചെയ്തതിന് കഷ്ടം കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നത് പോലെ അവർ കാണിച്ച തേജോവധം. ഈ VD സതീശൻ ആരാണെന്നാണ് അവന്റെ വിചാരം? അവനാണോ കോൺഗ്രസിന്റെ തലതൊട്ടപ്പൻ? കോൺഗ്രസിനെ വളരെയേറെ ത്യാഗങ്ങൾ അനുഭവിച്ച് കഷ്ടങ്ങൾ അനുഭവിച്ച് ഇടികൾ കൊണ്ട് ജയിലിൽ കിടന്ന് വളരെ പാടുപെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപാന്തരപ്പെടുത്തിയ സതീശന്റെ ശരീരത്തെ അവന്റെ ഷർട്ടൂരി എത്ര അടികൊണ്ട പാടുണ്ട്. മുരളിയുടെ ശരീരത്തെ എത്ര അടികൊണ്ട പാടുണ്ട്. വേണുഗോപാലിന്റെ ശരീരത്തെ എത്ര അടികൊണ്ട പാടുണ്ട്. എത്ര പ്രാവശ്യം അവൻ ജയിലിൽ കിടന്നു. ഉണ്ണിത്താൻ മുണ്ടും പറിച്ചു ഓടിയതല്ലാതെ അവൻ എത്ര പ്രാവശ്യം ജയിലിൽ കിടന്നു. പെണ്ണ് കേസിൽ ഇല്ലാത്ത എത്ര നേതാക്കന്മാർ കേരളത്തിന്റെ മന്ത്രിസഭയിൽ അകത്തും പുറത്തുമുണ്ട്. VD സതീശന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഒരു പെണ്ണിനെ അവൻ തേജോവധം ചെയ്ത് അതൊന്നും ഇവന് മനസ്സിലായിട്ടില്ലേ? അതിനൊക്കെ മനസ്സിൽ വെച്ചും കൊണ്ട് ഈ പെണ്ണിനെ ഒരു രൂപത്തിൽ ഇത്തരം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA തേജോവധം ചെയ്യുന്നതിനൊരു മര്യാദയും ഒരു അതിരുമില്ലേ? അതിന് പ്രബുദ്ധരായ മലയാളികൾ യുവന്മാർക്ക് വോട്ട് ചെയ്യരുത്. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഞാൻ അടൂരുന്ന. എൻ്റെ പേര് സുരേന്ദ്രൻ ആചാരി എന്നാണ്. എനിക്കിപ്പോ 61 വയസ്സായി. ഞാനൊരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്. 61 വയസ്സായി. പക്ഷേ ഈ 61 വയസ്സിനകത്ത് വെച്ച് ഞാൻ പല ചാനലുകാരെയും കണ്ടിട്ടുണ്ട്, പല അവരുടെ പ്രോഗ്രാമും കണ്ടിട്ടുണ്ട്. സത്യസന്ധത വിളിച്ചു പറയുന്ന ഒരൊറ്റ ചാനല് സാറിന്റെ അല്ലാതെ ഒന്നുമില്ല. ഞാൻ എവിടെ വേണമെങ്കിലും ആരുടെ മുമ്പിലും പച്ചയ്ക്ക് വിളിച്ചു പറയാം. ഈ കോൺഗ്രസ്സുകാര് മാങ്കൂട്ടത്തെ രാഹുലിനെ ക്രൂശിക്കുന്ന എന്തിനു ക്രൂശിക്കുക അവര്? ഈ പണ്ടാണ്ട് പറഞ്ഞോണം ഈ VD സതീശനെയും ഈ രമേശ് ചെന്നിത്തലയൊക്കെ എടുത്ത് കളയേണ്ട കാലം കഴിഞ്ഞു പോയി. ഇവനെയൊക്കെ എടുത്ത് എന്താ പളനിക്ക് പറഞ്ഞു വിട്ട് തലമുടനം ചെയ്ത് കളയണം ഇവനെയൊക്കെ. കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ കയറ്റിവിടണം. അവർ നിന്നെങ്കിലേ ശരിയാകത്തുള്ളൂ. ഇനിയും സാർ നോക്കിക്കോ, ഒരു മൂന്നാമതൊരു പിണറായി സർക്കാർ കയറാനുള്ള വട്ടക്കൂടും ചട്ടക്കൂടുകളും അവർ ചെയ്യുന്നവര്. ഞാൻ എൻ്റെ ഹൈസ്കൂളിലൊക്കെ വിദ്യാഭ്യാസ സമയത്ത് SFIയും KSUം 2 പാർട്ടിയുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളേ ഉള്ളൂ. ഇപ്പൊ എത്ര പാർട്ടികളായി? സത്യത്തില് സാറിന് ഞാനൊരു ബിഗ് സല്യൂട്ട് തരികയാണ് കേട്ടോ. സാറിന്റെ ഈ ചാനലിൽ സാർ വിളിച്ച് പറയുന്ന സത്യസന്ധതയ്ക്ക് ഞാനൊരു ബിഗ് സല്യൂട്ട് തരിക. അതുപോലെ ഇപ്പൊ ഈ സതീശൻ നടത്തുന്ന ഈ യാത്രയുണ്ടല്ലോ, തേൻകണി യാത്ര, വെറും തട്ടിപ്പാ, പൊളിയാത്.
അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി അധപ്പതനത്തിലേക്ക് പോകത്തുള്ളൂ. അല്ലേ സാർ നോക്കൂ, എനിക്ക് തോന്നുന്നു ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി അധപ്പതനത്തിലേക്ക് പോകത്തുള്ളൂ. പ്രതിപക്ഷമായിട്ട് BJP കയറിയിരിക്കും, അത് ഉറപ്പാ, അതിന് യാതൊരു സംശയമില്ല. ഈ കമ്മ്യൂണിസ്റ്റ് കയറി വരാൻ വേണ്ടിയാണ് ഈ VD സതീശനും രമേശ് ചെന്നിത്തലയും ഈ മുരളിയും കടന്ന് കളിക്കുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം നല്ലൊരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ഒരുപാട് അവന് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടം ജയിലിൽ കിടന്ന സമയത്ത് തന്നെ പുറത്തു കൊണ്ടുവരാൻ ഞാൻ പല നേർച്ചകളും ഞാൻ നേർന്നു, പലയിടത്തും പോയി കാര്യങ്ങളും വഴിപാടുകളും നേർന്നു. കാരണം ഞങ്ങൾ നേരിൽ കണ്ടിട്ടില്ലെങ്കിൽ നല്ല ഒരു വ്യക്തിയാണ്. ജനത്തെ നിയന്ത്രിക്കാൻ കേരളത്തിന്റെ കോൺഗ്രസിനെ നയിക്കാനായി ഉചിതമായി നിൽക്കുന്ന ഒരു കൗരവ പാണ്ഡവ യുദ്ധത്തിൽ പാണ്ഡവന്മാർ ജയിക്കുന്നത് പോലുള്ള ഒരു തേരാളിയാണ് രാഹുൽ മാങ്കൂട്ടം. ഈ കൗരവ പടയൊക്കെ തൂത്തെറിഞ്ഞ് കളയണോ ഇതൊക്കെ? പക്ഷേ സാർ നോക്കിക്കോ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ VD സതീശനും ഈ രമേശ് ചെന്നിത്തലയും ഒന്നും രക്ഷപ്പെട്ടു. ഇനിയിപ്പോ അടുത്ത ഉണ്ടാക്കുന്ന ഇതെല്ലാം കാശ് വാങ്ങിച്ചോണ്ടാ. ഇതൊക്കെ ആർക്ക്? ഇത് പൊട്ടന്മാർക്ക് അറിഞ്ഞൂടെ? ഇത് പൊടിക്കുഞ്ഞിനും അറിയാമല്ലോ. അതുകൊണ്ട് സാറേ, ഞങ്ങളുടെ ജീവനുള്ള കാലം വരെയും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമായിരിക്കും ഞങ്ങളുടെ കേരളത്തിലെ ജനങ്ങൾ മുഴുക്കെ. രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരും വോട്ടിടാൻ പോകത്തില്ല. കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഞങ്ങൾ വോട്ടിന് പോകത്തില്ല. ഞങ്ങളൊരു ഇന്ത്യൻ പൗരനായി ആകത്തില്ല. ഞങ്ങള് ഒരു ബഹുഭൂരിപക്ഷം കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകളുടെയും ഒരു നിലപാട് നമ്മളെ വിളിച്ച് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവര് രാഹുലിനെ തിരികെ എടുത്തില്ല എങ്കിൽ യാതൊരു കാരണവശാലും അവര് കോൺഗ്രസിന് വോട്ട് ചെയ്യത്തില്ല. ഞങ്ങൾ സത്യം ചെയ്തിരിക്കുക. എന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് എന്റെ ചുറ്റുപാടിലുള്ള, അവരെല്ലാം പറയുന്ന ഇതാ. അപ്പൊ അവര് പറഞ്ഞത്, സാർ ഒരു കാര്യം ചെയ്യും, സാർ ഈ ചാനലിൽ നിന്ന് ബന്ധപ്പെടുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ബന്ധപ്പെടാം, എനിക്കതിന് യാതൊരു പേടിയില്ല. നേർത്തോക്കുമായിട്ട് നിന്നാൽ നെഞ്ചി വിരിച്ചു കൊടുക്കാൻ പറ്റില്ല. നീ കൊല്ലുന്ന എന്നെ കൊന്നു. കാരണം നിരപരാധിയെ ക്രൂശിക്കാൻ പാടില്ല. ബൈബിളിനകത്ത് പറയുന്നുണ്ട്, കുറ്റം ചെയ്യാത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചില്ലേ? എന്ത് കുറ്റം ചെയ്തിട്ടാ? ഒരു കുറ്റം ചെയ്തില്ല. ഒരു കുറ്റം ചെയ്യാത്ത കർത്താവായ ക്രിസ്തുവിനെ ക്രൂശിച്ചു. മാനവരാശിയുടെ പാപപരിഹാരത്തിനായി 3 ആണിമേല എന്നതുപോലാണ് ഈ രാഹുലിനെ ക്രൂശിക്കുന്ന ഈ മുടിഞ്ഞ കോൺഗ്രസ്സുകാരെന്ന് എല്ലാവരും പറയത്തില്ല. ഷാബി പറമ്പിലുണ്ട്, സുധാകരനുണ്ട്, ഇവരെല്ലാം രാഹുലിന്റെ പക്ഷമാ. അടൂർ പ്രകാശൊക്കെ രാഹുലിന്റെ പക്ഷമാ. പക്ഷേ ഈ VD സതീശൻ മറ്റുള്ളവർക്കെല്ലാം എന്തോ ഒരു മയക്കുമരുന്ന് കൊടുത്തേച്ച് അവരെ അടിമയാക്കിയിരിക്കുക. ഇവന് മുഖ്യമന്ത്രി കസേര കയറിയിരിക്കാൻ വേണ്ടി നടക്കിയല്ല. VD സതീശനോട് പറഞ്ഞാരെ, വെല്ലുവിളിച്ച് പറഞ്ഞാരെ. VD സതീശന്റെ മണ്ഡലത്തിൽ VD സതീശൻ ജയിക്കത്തില്ല, തോറ്റ് തുന്നം പാടിപ്പോ. തലയും മുണ്ടിട്ട് ഓടിന്റെ ഗതിയോട് വരും. അല്ലേ നോക്കൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.